അടുത്തതായി പോളി എംബ്രിയോണി. പേരിൽ തന്നെയുണ്ട്, പോളി എന്ന് പറഞ്ഞാൽ മെനി, എംബ്രിയോണി എന്ന് പറഞ്ഞാൽ എംബ്രിയോ ഫോർമേഷൻ. സോ പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എംബ്രിയോ ഒരു സീഡിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളി എംബ്രിയോണി. ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്. പക്ഷേ സീഡിൽ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു സീഡിൽ ഒരു എംബ്രിയോ ഉണ്ടാവുള്ളൂ. സോ ഒന്നിലധികം എംബ്രിയോ ഒരു സീഡിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളി എംബ്രിയോണി. സോ നമുക്കത് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് സിട്രസ്, നമ്മുടെ ചെറുനാരങ്ങ, അതുപോലെ മാംഗോ. ഇത് രണ്ടിലും നമുക്ക് പോളി എംബ്രിയോണി കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയേ, അതിൻ്റെ ന്യൂസെല്ലാർ സെൽസ്, ന്യൂസെല്ലസ് നമ്മൾ പറഞ്ഞില്ലേ റിസർവ് ഫുഡ് മെറ്റീരിയൽ എംബ്രിയോ സാക്കിനെ ഡെവലപ്പ് ചെയ്യാൻ വരുന്നത്. ആ ന്യൂസെല്ലാർ സെൽസിൽ ചിലതൊക്കെ എന്ത് ചെയ്യും, എംബ്രിയോ സാക്കിന് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്കിന് സറൗണ്ടിങ് ആയിട്ട് കാണുന്ന ന്യൂസെല്ലാർ സെൽസ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഡിവൈഡ് ചെയ്ത് അവർ എംബ്രിയോ സാക്കിലേക്ക് പ്രൊട്രൂഡ് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്ത് ഉള്ളിലോട്ട് വരാൻ തുടങ്ങും. സോ ഈ ന്യൂസെല്ലാർ സെൽസ് വെറുതെ ഡിവൈഡ് ചെയ്തിട്ട്, സാധാരണഗതിയിൽ അങ്ങനെ ന്യൂസെല്ലാർ സെൽസ് ഡിവൈഡ് ചെയ്യില്ല, അത് ജസ്റ്റ് എംബ്രിയോ സാക്കിനെ ഡെവലപ്പ് ചെയ്യാനുള്ള നറിഷ്മെൻറ്റ് കൊടുക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ പോളി എംബ്രിയോണി കാണിക്കുന്ന ഇതിലൊക്കെ എന്ത് ചെയ്യും, ഈ ന്യൂസെല്ലാർ സെൽസ് എംബ്രിയോ സാക്കിന് ചുറ്റുമുള്ള ന്യൂസെല്ലാർ സെൽസ് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ സാക്കിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യും, അത് ഡെവലപ്പ് ചെയ്ത് ഒരു കുറേ എംബ്രിയോസ് ആയിട്ട് വരും. സോ ന്യൂസെല്ലാർ സെൽസും കൂടി പ്രൊട്രൂഡ് ചെയ്ത് എംബ്രിയോ സാക്കിലേക്ക് വന്നിട്ട് മെനി എംബ്രിയോസ് ആയിട്ട്, ഒരുപാട് എംബ്രിയോ ആയിട്ട് മാറും. അങ്ങനെയാണ് ഒന്നിലധികം എംബ്രിയോ ഒരു സീഡിൽ കാണപ്പെടുന്നത്. ഇനി അവിടെയുള്ള ഓവ്യൂളുകളിൽ, അങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ വെറൈറ്റിയുടെ ഓവ്യൂൾസിൽ ഒന്നിലധികം എംബ്രിയോ കാണും. സാധാരണ ഒന്നേ കാണുള്ളൂ, പക്ഷേ ഇതുപോലെ പോളി എംബ്രിയോണി കാണിക്കുന്ന ഇതിൽ ഓവ്യൂളൊക്കെ എന്ത് ചെയ്യും, ഒന്നിലധികം മെനി എംബ്രിയോസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളതാണ് നമ്മുടെ ഓറഞ്ച്. ഓറഞ്ചിൻ്റെ സീഡ് നമ്മളത് സാധാരണ കഴിക്കില്ല, അത് നമ്മൾ കളിയാണ് പതിവ്. സോ ഓറഞ്ചിൻ്റെ സീഡ് എടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഓറഞ്ചിൻ്റെ സീഡ് നമ്മൾ സ്ക്വീസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതന്നെയാണ്. സോ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, അത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരുപാട് എംബ്രിയോ, പല സൈസിലും ഷേപ്പിലുള്ള ഒരുപാട് എംബ്രിയോ ഓറഞ്ചിൻ്റെ ഒരു സീഡ് എടുത്ത് നോക്കിയാൽ തന്നെ കാണും. സോ ഒരു സീഡാണ്, അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലധികം എംബ്രിയോ കാണും. സോ ഇത് പോളി എംബ്രിയോണിക്ക് എക്സാമ്പിളാണ് ഓറഞ്ചിൻ്റെ സീഡ്. ഇനി അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതിൻ്റെ ജനറ്റിക് നേച്ചർ എന്താണ്? ഇതെന്താണ്, എപ്പോമിക്റ്റിക് സീഡുകളുടെ പോലെ തന്നെ ഇതിൻ്റെ ജനറ്റിക്, എപ്പോമിക്റ്റിക് എന്നാൽ ജനറ്റിക്കലി കൺട്രോൾഡ് ആണെന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ ജനറ്റിക് നേച്ചർ എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ടു ദ പാരൻ്റ് ആയിരിക്കും. അതുപോലെ ഇത് ക്ലോൺ ആണോ എന്നാണ് ചോദ്യം. യെസ്, ഇതൊരു ക്ലോൺ ആയിരിക്കും. ഐഡൻറ്റിക്കൽ ടു ദ പാരൻ്റ് എന്താണെങ്കിലും അതിനെന്താണ്, നമ്മളെ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ആണെങ്കിലും നമ്മൾ അതിനെന്ത് പറയും, ക്ലോൺ എന്ന് പറയും. സോ ഇതൊരു ക്ലോൺ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ ടു ദ പാരൻ്റ് ആയിരിക്കും. ഇതാണ് പോളി എംബ്രിയോണി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ എപ്പോമിക്റ്റിക് സീഡും അത് ഹൈബ്രിഡ് ഇൻഡസ്ട്രിയിൽ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? നമ്മൾ പറഞ്ഞ എപ്പോമിക്റ്റിക് സീഡിന് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചറിലൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ് ഈ എപ്പോമിക്റ്റിക് സീഡുകൾ അല്ലെങ്കിൽ എപ്പോമിക്സിസ് എന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഫോം ഓഫ് റീപ്രൊഡക്ഷന് ഹൈബ്രിഡ് സീഡിൽ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് നോക്കാം.